ഇനി ഇത് ശ്രദ്ധിക്കുക. പഠേ വായിക്കാനാണ്. അപ്പനെ പക്ഷക്കോ തങ്ങളുടെ പക്ഷത്താണ്. അസത്യ ജാൻതേ ഹുയേ ഭി അസത്യം എന്ന് അറിഞ്ഞിട്ട് കൂടി. ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ. അഖേലി ഒറ്റയ്ക്കായ. നിഹത്തി ആവാസ് കോ നിസ്സഹായനായ ശബ്ദത്തെ. അപ്നെ ബ്രഹ്മാസ്ത്രോം സെ തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങളാൽ. കുജൽ ദേന ചാഹേ അടിച്ചമർത്തുവാൻ ആഗ്രഹിച്ചു. ഇനി നമ്മളോടുള്ള ചോദ്യം, ഇൻ പങ്ക്തിയോം കെ. ഇസ് എന്ന് പറഞ്ഞാൽ ഇത്, ഇൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂരലാണ്. ഇവ ഈ വരികളുടെ ആശയ പർ ചർച്ച കരേം ആശയത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുക. നമ്മൾ ചർച്ച തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കണം. ഈ കവിത ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഈ കവിത ധർമ്മവീർ ഭാരതി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രശസ്തനായ കവി എഴുതിയതാണ്. എന്നിട്ട് നമ്മൾ അഭിമന്യുവിൻ്റെ ആ ഒരു കഥയല്ലേ, അതൊക്കെ കുറച്ച് എഴുതി കൊടുത്തിട്ടാണ് ഇതിൻ്റെ ആശയം പറയുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ഉത്തരം ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുന്നുണ്ട്, അർത്ഥവും പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എഴുതിയത് നോക്കുക. അക്ഷരത്തെറ്റുകൾ ധാരാളം ഉണ്ടാവും, അത് തിരുത്തുക. ഇതാണോ അതാണോ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നത് അത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ആ പിക്ചർ ഒന്ന് വലുതാക്കിയിട്ട് പിക്ചർ കേൾക്കുക. ഓഡിയോ കേൾക്കുമ്പോൾ കേട്ടോ, പിക്ചർ നോക്കുക. ഹിന്ദി കെ പ്രമുഖ കവി, ഹിന്ദിയിലെ പ്രമുഖനായ കവി ധർമ്മവീർ ഭാരതിക്ക്, ധർമ്മവീർ ഭാരതിയുടെ കവിത ടൂട്ടാ പഹിയ കി പങ്ക്തിയാം ഹേ യേ. ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ കവിത ടൂട്ടാ പഹിയയിൽ നിന്നുള്ള വരികളാണ് ഇവ. മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് എത്ര സൗകര്യം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വേറെ വല്ല നോട്ട് എഴുതുമ്പോഴും ഒക്കെ ഇതിങ്ങനെ ഓഡിയോ പ്ലേ ചെയ്ത് കേൾക്കുക. കുറേ വട്ടം കേട്ട് കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടില്ലെങ്കിലും അറിയാതെ നമ്മൾ മൂളിപ്പോവും. അതുപോലെ കുറേ തവണ കൊണ്ട് കേൾക്കുക, അപ്പോൾ ഹിന്ദി അങ്ങോട്ട് പഠിയും. ഒന്നുകൂടി വരി വായിക്കുകയാണ്. ഹിന്ദി കെ പ്രമുഖ കവി, ഹിന്ദിയിലെ പ്രമുഖനായ കവി ധർമ്മവീർ ഭാരതിയുടെ കവിത ടൂട്ടാ പഹിയയിലെ വരികളാണ് ഇവ. ദുരൂഹ് ചക്രവ്യൂഹമേ, ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ. അഭിമന്യു ഫാൻസ് ജാത്താ ഹെ, അഭിമന്യു കുടുങ്ങിപ്പോകുന്നു. അക്ഷൗഹിണി സേന ഉസേ ഘേർ ലേത്തി ഹെ, അക്ഷൗഹിണി സൈന്യം അദ്ദേഹത്തെ വളയുന്നു. വഹ് പ്ലസ് സെ ഉസ്സെ അല്ലെങ്കിൽ ഉസേൻ, ഉസേ അതിൽ ഇസ്മേ നിഹിത് സർവനാം കോൻസാഹെ എന്ന് ചോദിച്ചാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന സർവനാമം ഏതാണ് എന്ന് ചോദിച്ചാൽ വഹ് പ്ലസ് സെ ഉസ്സെ അല്ലെങ്കിൽ ഉസേ. യുദ്ധക്ഷേത്രമേ നിശാസ്ത്ര ഖഡേ ഹോസ് യോദ്ധാസെ, യുദ്ധമുഖത്ത് നിശാസ്ത്ര, ശാസ്ത്ര എന്ന് പറഞ്ഞാൽ ആയുധം എന്നാണ് ഹിന്ദിയിൽ അർത്ഥം. നിശാസ്ത്ര ആയുധമില്ലാതെ, ഖഡേ നിൽക്കുന്ന, യോദ്ധാസെ ലഡ്ന ആയുധമില്ലാതെ നിൽക്കുന്ന യോദ്ധാവുമായി പൊരുതുന്നത്. ലഡ്ന പൊരുതുക. അധാർമിക മാന ജാതാഥ, അധാർമികമാണ്, ധർമ്മത്തിനെതിരാണ് എന്നാണ് പൊതുവായി കരുതപ്പെടുന്നത്. ആയുധമില്ലാതെ നിൽക്കുന്ന ഒരാളെ ആക്രമിക്കുന്നത് ശരിയല്ല. ലേക്കിൻ എന്നാൽ, യഹാം ഇവിടെ, യേ സബി നിയമ ജാൻതേ ഹുയേ ഭി ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം അറിഞ്ഞിട്ടു കൂടി, യേ ഇങ്ങനെയുള്ള, സബി എല്ലാ, നിയമങ്ങൾ, ജാൻതേ ഹുയേ ഭി അറിഞ്ഞിട്ടു കൂടി, സബി മഹാരഥി എല്ലാ മഹാരഥന്മാരും, ഏക് സാത്ത് ഒരുമിച്ച്, അഭിമന്യുസെ അഭിമന്യുവിനോട്, ലോഹാലേത്തേ ഹേ പൊരുതുന്നു. അപ്പോൾ ഇത്രയാണ് ചരിത്ര പശ്ചാത്തലം അല്ലെങ്കിൽ പുരാണ കഥയുടെ പശ്ചാത്തലം ഇതാണ്. ഇനി ഈ കഥയും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇതുവരെ ഒന്നുകൂടി ഞാൻ വായിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഹിന്ദി കെ പ്രമുഖ കവി, ഹിന്ദിയിലെ പ്രമുഖനായ കവി ധർമ്മവീർ ഭാരതിക്ക്, ധർമ്മവീർ ഭാരതിയുടെ കവിത ടൂട്ടാ പഹിയ കി, ടൂട്ടാ പഹിയയിലെ പങ്ക്തിയാ ഹേ യേ വരികളാകുന്നു ഇവ.
ദുരൂഹ ചക്രവ്യൂഹമേ, ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അഭിമന്യു ഫംസ് ജാത്താഹെ, അഭിമന്യു കുടുങ്ങിപ്പോകുന്നു. അക്ഷൗഹിണി സേന, അക്ഷൗഹിണി സൈന്യം ഉസേ, അദ്ദേഹത്തെ ഖേർ ലേത്തി ഹെ, വളയുന്നു. യുദ്ധക്ഷേത്രമേ, യുദ്ധമുഖത്ത് നിശാസ്ത്ര ഖഡേ യോദ്ധാസെ, ആയുധമില്ലാതെ നിൽക്കുന്ന യോദ്ധാവുമായി ലഡ്ന, പൊരുതുന്നത് അധാർമികമാന ജാത്താത, അധാർമികമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ലേക്കിൻ എന്നാൽ യഹാം ഇവിടെ യേ സഭി നിയമ ജാൻതേ ഹുയേ ബി, ഈ എല്ലാ നിയമങ്ങളും അറിഞ്ഞിട്ടു കൂടി സഭി മഹാരഥി, എല്ലാ മഹാരഥന്മാരും ഏക് സാത്ത്, ഒരുമിച്ച് അഭിമന്യുസെ, അഭിമന്യുവിനോട് ലോഹാലേത്തേ ഹേ, പൊരുതുന്നു. ഹമാരെ സമാജ് കി ഹാലത്ത് ബി ഐസി ഹെ, ഹമാരെ നമ്മളുടെ, സമാജ് കി സമൂഹത്തിൻ്റെ, ഹാലത്ത് ബി അവസ്ഥയും കൂടി ഐസി ഹെ അപ്രകാരമാകുന്നു. ശാസക് വർഗ് ഭരണവർഗം അപ്നി ഇച്ഛാസെ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ആഗ്രഹത്തിനൊത്ത് സഭി കാം കർത്തേ ഹെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇസ്കെ വിരുദ്ധ ഇതിന് എതിരായി ആവാസ് ഉഠാത്തെ ഇതിനെതിരായി ശബ്ദം ഉയർത്തുന്ന ശോഷിത് ജൻകോ ശോഷിത് ജൻ എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ജനങ്ങളെ വേ അവർ ആരെ ഭരണവർഗം കുചൽ ദാൽത്തേ ഹേ അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ ചവിട്ടി മെതിക്കുന്നു. ശാസക് വർഗ് ഭരണവർഗം അപ്പനെ ദേശിക്കെ തൻ്റെ ദേശത്തിൻ്റെ ലോകോം കി ആളുകളുടെ ഭലായി കേലിയെ നന്മയ്ക്കു വേണ്ടിയാകണം കാം കരെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. തോ അങ്ങനെയാണെങ്കിൽ ഹമാരി സഭി സമസ്യാവും കാ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഹൽ ഹോ ജായേ പരിഹാരം ആയിത്തീരും. ഇത്രയുമാണ് ഒന്നാമത്തെ ഈ 4 വരിയുടെ ആശയം നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇതിന് ഹിന്ദി ടഫാണ് എന്ന് പരിഭവം പറയുന്ന എല്ലാവരും ഈ ഓഡിയോകൾ നിരന്തരം പ്ലേ ചെയ്ത് അതങ്ങോട്ട് കാണാപ്പാഠം പഠിക്കുക. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചിലത് കാണാപ്പാഠം പഠിക്കേണ്ടി വരും. ഹിന്ദിയൊക്കെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കുറേയാണ് കേൾക്കുക. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് പഠേ വായിക്കുക. തബ് മേം അപ്പോൾ ഞാൻ, രഥ് ക രഥത്തിൻ്റെ, ടൂട്ടാ ഹുവ പഹിയ പൊട്ടിയ രഥചക്രമാകുന്ന ഞാൻ, ഉസ്കെ ഹാത്തോ മേം അവരുടെ കൈകളിൽ, ബ്രഹ്മാസ്ത്രോം സെ ബ്രഹ്മാസ്ത്രങ്ങളോട്, ലോഹ ലേ സക്താവും നേരിടുവാൻ കഴിയും. പാവപ്പെട്ട നിരായുധരായ ആളുകളെ വലിയ വലിയ അധികാരവർഗത്തിലുള്ളവർ ചവിട്ടി മതിക്കുമ്പോൾ ആ നിരായുധരായ ആളുകളുടെ കയ്യിലെ പൊട്ടിയ രഥചക്രമായിക്കൊണ്ട് ഞാൻ സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതുന്ന രഥചക്രമായി മാറാൻ എനിക്ക് കഴിയും. ഇനി നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ ആശയം എഴുതാനാണ്. ഇൻ പങ്ക്തിയോ മേം ഈ വരികളിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പൗരാണിക സന്ദർഭം പുരാണ സന്ദർഭം വർത്തമാൻ പരിവേഷ് മേം ആധുനിക കാലത്ത് കഹാം തക്ക് പ്രാസംഗിക് ഹേ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്ന് കാണാം. അതിൻ്റെ ഉത്തരം യേ ഹിന്ദി കെ പ്രമുഖ കവി, എല്ലാ ആദ്യത്തെ ലൈന് ഒന്നാണ് കോപ്പി അടിച്ചിട്ട് അതുമാതിരി എഴുതിയാൽ മതി. യേ ഹിന്ദി കെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി കി കവിത ടൂട്ടാ പഹിയ സെ ലീ ഗയി പങ്ക്തിയാം ഹേ. ഇത് ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ കവിത പൊട്ടിയ രഥചക്രം അല്ലെങ്കിൽ ടൂട്ടാ പഹിയയിൽ നിന്നും എടുത്ത വരികളാകുന്നു. ഇസ്മേ ഇതിൽ, ടൂട്ടാ പഹിയ കഹ്താ ഹേ പൊട്ടിയ രഥചക്രം പറയുകയാണ്, മുജെ എന്നെ, ടൂട്ടാ ഹുവ പഹിയ സമജ്കർ പൊട്ടിയ രഥചക്രമാണെന്ന് കരുതിയിട്ട്, മത് ഫേങ്കന എറിഞ്ഞു കളയരുത്, കുരുക്ഷേത്രമേ കുരുക്ഷേത്രത്തിൽ, മഹാരഥിയോം കെ മഹാരഥന്മാരുടെ, ബ്രഹ്മാസ്ത്രോം സെ ബ്രഹ്മാസ്ത്രങ്ങളോട്,
ലോഹ ലേനെ കെ ലിയെ പൊരുതുന്നതിനു വേണ്ടി വീർ അഭിമന്യുനെ വീരനായ അഭിമന്യു ആഖിർ അവസാനം മേരാ സഹാര ലിയാഥ എൻ്റെ സഹായമാണ് തേടിയിരുന്നത്. ശാസക് വർഗ് അധികാരവർഗം അപ്പനെ അധികാർ തങ്ങളുടെ അധികാരവും ഔർ ശക്തി സെ ശക്തിയും ഉപയോഗിച്ച് ആം ജനത കി ആവാസ് ആം ജനത സാധാരണ ജനങ്ങളുടെ ശബ്ദത്തെ ഔർ ജറൂരത്തോം കോ ആവശ്യങ്ങളെയും ഖുജൽ ദേത്തെ വക്ത് ചവിട്ടി മെതിക്കുന്ന സമയത്ത് മാനവ മൂല്യങ്ങളുടെ സഹായത്താൽ ഹം നമ്മൾ ഉസ് ശോഷൺ സെ ആ ചൂഷണങ്ങളിൽ നിന്നും ബച്ച് പായേ രക്ഷപ്പെടാം. ആജ് ഭി ഇന്നത്തെ കാലത്തുകൂടി ശാസക് വർഗ് ഭരണാധികാരികൾ അസഹായോം കി പുകാർ നെഹിം സുൻതാ ഹെ നിസ്സഹായരുടെ നിലവിളി കേൾക്കുന്നില്ല. ഇസ് അവസർ പർ ഈ അവസരത്തിലാണ് മാനവ മൂല്യങ്ങളാണ് ആം ആദ്മി കെ കാം ആത്താ ഹെ സാധാരണ ജനങ്ങളെ സഹായിക്കുവാനായി വരുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. യേ ഹിന്ദി കെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി की कविता टूटा पहिया से ली गई पंक्तियां हैं. इसमें टूटा पहिया कहता है कि मुझे टूटा हुआ पहिया समझकर मत फेंकना. कुरुक्षेत्र में महारथियों के ब्रह्मास्त्रों से लोहा लेने के लिए वीर अभिमन्यु ने आखिर मेरा सहारा लिया था. शासक वर्ग अपने अधिकार और शक्ति से आम जनता की आवाज़ और ज़रूरतों को कुचल देते वक्त मानव मूल्यों की सहायता से हम उस शोषण से बच पाए. आज भी शासक वर्ग असहायों की पुकार नहीं सुनता है. इस अवसर पर മാനവ മൂല്യ ഹി ആം ആദ്മി കെ കാം ആത്താ ഹെ. ഈ ഓഡിയോയും ഇതിൻ്റെ കൂടെയുള്ള ഉത്തരത്തിൻ്റെ ഫോട്ടോയും കുറേ തവണ ഒന്ന് കേട്ടു നോക്കൂ, പിന്നെ അത് മറക്കൂല. അതല്ല നിങ്ങൾ എഴുതിയ നോട്ടാണോ നിങ്ങൾക്ക് ഈസി, അത് ഫോളോ ചെയ്യുക. ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അക്ഷരത്തെറ്റുകൾ ഉണ്ടാവും, തിരുത്തി എഴുതണം, അല്ലെങ്കിൽ അതിനൊക്കെ മാർക്ക് പോകും. അടുത്തത് പഠേ വായിക്കുക. ഇതിഹാസോം കി സാമൂഹിക ഗതി ചരിത്രത്തിൻ്റെ കൂട്ടമായ പ്രവാഹം. സഹസ പെട്ടെന്ന് ഝൂട്ടി പട് ജാനെ പർ അസത്യമാണെന്ന് തെളിയുമ്പോൾ ക്യാ ജാനെ ആർക്കറിയാം സച്ചായി സത്യം. ടൂട്ടേ ഹുയെ പഹിയോം കാ ആശ്രയിലെ പൊട്ടിയ രഥചക്രങ്ങളെ ആശ്രയിക്കുമോ എന്ന്. ഇൻ പങ്ക്തിയോം സെ ഈ വരികളിലൂടെ കവി ക്യാ ബത്താനാ ചാഹത്തെ ഹെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദി കെ പ്രമുഖ കവി ഹിന്ദിയിലെ പ്രമുഖ കവിയായ കവി ധർമ്മവീർ ഭാരതിയുടെ കവിത ഹെ ടൂട്ടാ പഹിയ. ചക്രവ്യൂഹത്തിൽ ഫസേ കുടുങ്ങിയ അഭിമന്യുവിനുമേൽ സബി മഹാരഥി എല്ലാ മഹാരഥന്മാരും ടൂട്ടേ പടേ ആക്രമിച്ചു. നിശാസ്ത്ര നിരായുധനും ഔർ അഖേലെ ഒറ്റയ്ക്കുമായ അഭിമന്യു കി ആവാസ് കോ അഭിമന്യുവിൻ്റെ ശബ്ദത്തിനെ മഹാരഥന്മാർ ബ്രഹ്മാസ്ത്രോം സേ കുചൽ ദിയ ബ്രഹ്മാസ്ത്രങ്ങളാൽ ചവിട്ടി മെതിച്ചു. തബ് അപ്പോൾ അഭിമന്യു രഥ് കെ ടൂട്ടേ പഹിയെ സേ രഥത്തിൻ്റെ പൊട്ടിയ ചക്രങ്ങളാൽ ഉൻ ബ്രഹ്മാസ്ത്രോം സേ ആ ബ്രഹ്മാസ്ത്രങ്ങളെ ലോഹാലിയ നേരിട്ടു. ഉൻ ലോകോംനെ ആ ആളുകൾ യുദ്ധ കി ധാർമ്മികത ഭൂൽക്കർ യുദ്ധത്തിൻ്റെ ധാർമ്മികതയെല്ലാം മറന്നിട്ട് ഐസ കിയാഥ അപ്രകാരം ചെയ്തു. ഇസി പ്രകാർ ഇതുപോലെ. ഇനി ഇതിനെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്.
इसी प्रकार മാനവ സംസ്കൃതി के മാനവ സംസ്കാരത്തിൻ്റെ ഇതിഹാസ് की സാമൂഹിക ഗതി ചരിത്രത്തിൻ്റെ കൂട്ടമായ പ്രവാഹം ജബ് എപ്പോഴാണോ ഏകായേക് പെട്ടെന്ന് ചൂട്ടി പട് ജാത്തി ഹേ അസത്യമായി മാറുന്നത് തബ് അപ്പോൾ സച്ചായിക്കോ സത്യത്തെ ഷായത് ഒരു പക്ഷേ മാനവ മൂല്യരൂപി ടൂട്ടെ പഹിയേക്ക മാനവ മൂല്യങ്ങളാകുന്ന പൊട്ടിയ രഥചക്രത്തിൻ്റെ സഹാര ലേനാപ്പെടുത്താ ഹേ സഹായം ആവശ്യമായി വരും. സമാജ് സമൂഹത്തിൽ ശോഷൺ ഔർ അസമത്വ ബഡ്ത്തെ വക്ത് ചൂഷണവും അസമത്വവും വർദ്ധിച്ചു വരുമ്പോൾ ആം ജനതാക്കോ സാധാരണ ജനങ്ങളെ മാനവ മൂല്യവും ആം ജനതാക്കോ സാധാരണ ജനങ്ങൾക്ക് മാനവ മൂല്യവും മാനുഷ്യ മൂല്യങ്ങളുടെ സഹാര ലേന പഠിത്താ ഹേ സഹായം തേടേണ്ടി വരുന്നു. ഇനി ഇതിൽ പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. കവിതാക്കെ പ്രതീകോം കോ ചുൻകർ കവിതയിലുള്ള പ്രതീകങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ഖംബേ മേ ലിഖേം ചതുരത്തിൽ എഴുതാം. വർത്തമാൻ പരിവേഷ് മേ വർത്തമാൻ ഇന്നത്തെ ചുറ്റുപാടിൽ യേ പ്രതീക് ഈ പ്രതീകങ്ങൾ കിൻകെ ഏതൊന്നിനെയാണോ പ്രതിനിധിത്വ കർത്തേ ഹോങ്കെ പ്രതിനിധിത്വം വഹിക്കുന്നത് യഹ് ബി ലിഖേ ഇതുകൂടി എഴുതുക. ഇനി ടൂട്ടാ പഹിയ എന്തിൻ്റെ പ്രതീകാണ്? കിസ്കാ പ്രതിനിധിത്വ കർത്താ ഹേ ടൂട്ടാ പഹിയ മാനവമൂല്യ മനുഷ്യമൂല്യങ്ങളെ. മനുഷ്യമൂല്യത്തിൽ എന്തൊക്കെയുണ്ട്? മനുഷ്യമൂല്യത്തിൽ സത്യം, ദയ, നീതി, ധർമ്മം ഇതിനെയൊക്കെയാണ് ടൂട്ടാ പഹിയ പ്രതിനിധാനം ചെയ്യുന്നത്. അഭിമന്യു ഈ കവിതയിൽ അഭിമന്യു സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ അതാണ് ആം ജനതയാണ് പ്രതിനിധീകരിക്കുന്നത്. ചക്രവ്യൂഹം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? സമൂഹത്തിലെ ചൂഷണങ്ങളെ അതാണ് ശോഷൺ. അടുത്തത് മഹാരഥി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകൾ, ഇവിടെ ശാസകവർഗ് ഭരണവർഗം. ഇനി ഇതിൻ്റെ ടിപ്പണി ടൂട്ടാ പഹിയ കവിത പർ ടിപ്പണി ലിഖേ ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗങ്ങൾ. ഈ ടൂട്ടാ പഹിയ ഒന്നാമത്തെ ഫസ്റ്റ് ടേമിൻ്റെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് A+ വാങ്ങാം. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രം പഠിച്ച് ടീച്ചർ ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ ആരും വരരുത്. ഇത്രയെങ്കിലും മിനിമം പഠിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ടിപ്പണി കേൾക്കാം. ഹിന്ദിക്ക് പ്രമുഖ കവി ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ഏക ചോട്ടി കവിത ഹേ ടൂട്ടാ പഹിയ ഒരു ചെറിയ കവിതയാണ് ടൂട്ടാ പഹിയ. ഇസ്മേം ഇതിൽ അഭിമന്യു ഔർ ടൂട്ടെ പഹിയയ്ക്ക് പ്രതീക് സേ കവി ഇതിലെ അഭിമന്യുവിനെയും ടൂട്ടെ പഹിയയുടെയും പ്രതീകത്താൽ കവി മാനവ മൂല്യോം കി പ്രധാനത മാനവിക മൂല്യങ്ങളുടെ പ്രാധാന്യം ഹമേ സംജാത്തേ ഹേ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. രഥ് കാ ടൂട്ടാ പഹിയ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം കഹ്താ ഹേ പറയുന്നു. ഒരു ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം കവിയുടെ പേര്, കവിതയുടെ പേര്, കവിതയുടെ തീം എന്താണെന്നും പറഞ്ഞതിന് ശേഷം അതിൻ്റെ വരികളുടെ അർത്ഥം എഴുതണം. അതിന് താഴെ ആ കവിതയുടെ പ്രത്യേകതകൾ, അതിൻ്റെ ഇംഗ്ലീഷിലൊക്കെയാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ റൈമിങ് സ്കീം, അതിലുള്ള പോയറ്റിക് ഡിവൈസുകൾ, സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ ഇങ്ങനെയൊക്കെ കുറേ പഠിച്ചിട്ടില്ലേ. പിന്നെ ആ കവിതയുടെ ഒരു മെസ്സേജ് എന്താണ്, അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ കവിത എനിക്ക് ഇഷ്ടമായത് അല്ലെങ്കിൽ ഇഷ്ടമല്ലാതിരുന്നത്, ഇത്രയും വെച്ചിട്ടാണ് കവിത എഴുതേണ്ടത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം, എവിടെയെങ്കിലും നോക്കി എഴുതാൻ പറയണത് നമ്മളെക്കാളും കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറേയാണ് പഠിച്ചാൽ പിന്നെ സ്വയം എഴുതാൻ കഴിയും. അപ്പോൾ इसमें टूटा पहिया कहता है कि मैं रथ का टूटा पहिया हूँ ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേഖിൻ എന്നാൽ
അനുപയോഗി സമച്ചുകർ ഉപയോഗമില്ല എന്ന് കരുതിയിട്ട് മുജെ മത് ഫേങ്ക്ന എന്നെ വലിച്ചെറിയരുത്. ഇതിൻ്റെ ബാക്കി അടുത്ത ഫോട്ടോ. ജീവൻ കി, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ടിപ്പണിയുടെ ബാക്കിയാണ്. ജീവൻ കി, ജീവിതത്തിൻ്റെ, വിഷമതായും രൂപി, കഷ്ടപ്പാടുകളാകുന്ന, ചക്രവ്യൂഹമേ, ചക്രവ്യൂഹത്തിൽ, ശോഷൻ കി അക്ഷൗഹിണി സേനാവും കോ, ചൂഷണം ചെയ്യുന്ന അക്ഷൗഹിണി സേനകളെ, ചുനൗത്തി ദേത്താ ഹുവ, വെല്ലുവിളിച്ചുകൊണ്ട്, കോയി ശോഷിത് മനുഷ്യ, ഏതെങ്കിലും ചൂഷണം ചെയ്യപ്പെട്ട വ്യക്തി, അഭിമന്യു കെ സമാൻ, അഭിമന്യുവിനെ പോലെ, ആ ജായത്തോ, വരികയാണെങ്കിൽ, മേ, ഞാൻ, ടൂട്ടാ ഹുവ പഹിയ, പൊട്ടിയ രഥചക്രമാകുന്ന ഞാൻ, ഉസ്കാ സഹാര ഹോ ജാവൂ, അവൻ്റെ സഹായമായി മാറും. അപ്പോൾ സമൂഹത്തിലെ ചൂഷണങ്ങളും അടിച്ചമർത്തലും കണ്ട് വിഷമിച്ച ഒരാൾ അതിനെതിരെ പ്രതികരിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ അടുത്ത് സത്യവും നീതിയും ധർമ്മവുമാകുന്ന പൊട്ടിയ രഥചക്രമായി, അതായത് പൊട്ടിയ രഥചക്രം എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ സമൂഹത്തിൽ സത്യസന്ധതയോടെ ധർമ്മനിഷ്ഠയോടെ ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടിയ രഥചക്രം പോലെ. അപ്പം അങ്ങനെയുള്ള ആ സത്യവും ധർമ്മവും നീതിയും ഒക്കെ ആകുന്ന മാനവ മൂല്യങ്ങളെ പൊട്ടിയ രഥചക്രം പോലെ ഞാൻ എന്ത് ചെയ്യും? ആ മനുഷ്യനെ സഹായിക്കുവാൻ എത്തും. കുരുക്ഷേത്ര യുദ്ധമേ, കുരുക്ഷേത്ര യുദ്ധത്തിൽ, അർജുൻ പുത്ര അഭിമന്യു, അർജുനൻ്റെ പുത്രനായ അഭിമന്യു, കൗരവംസേ രചിത് ചക്രവ്യൂഹമേ ഫംസ്ഗയ, കൗരവന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ചക്രവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയി. ലഡ്തേ ലഡ്തേ, പോരാടി പോരാടി, വഹ് നിരായുധ് ഹോഗയ, അവൻ്റെ കയ്യിലെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിരായുധനായി മാറി. ആഖിർ, അവസാനം, ഉസ്നെ, അവൻ, ടൂട്ടേ രഥചക്ര കാ സഹാര ലിയാത, പൊട്ടിയ രഥചക്രത്തിൻ്റെ സഹായം തേടി. നിരായുധ സേ ലഡ്ന, യുദ്ധ കി ധാർമ്മികത കെ വിരുദ്ധ ഹേ, ആയുധമില്ലാത്തവരോട് പോരാടുന്നത് യുദ്ധത്തിലെ ധാർമ്മികതയ്ക്ക് എതിരാണ്. അപ്നെ മാർഗ് കോ, തൻ്റെ മാർഗത്തെ, അസത്യ ജാൻതേ ഹുയേ ഭി, അസത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി, മഹാരഥി അഭിമന്യു പർ ടൂട്ട് പടേ, മഹാരഥികളായ ആളുകൾ അഭിമന്യുവിനെ ആക്രമിച്ചു. ശാസക വർഗ്, ഭരണവർഗം, അപ്നെ അധികാർ ഔർ ശക്തി സേ, തങ്ങളുടെ അധികാരത്താലും ശക്തിയാലും, അസഹായോം കി, നിസ്സഹായരായവരുടെ, ആവാസ് കോ, ശബ്ദത്തെ, കുചൽ ദേന ചാഹത്താ ഹേ, ചവിട്ടി മെതിക്കുവാൻ ആഗ്രഹിക്കുന്നു. തബ്, അപ്പോൾ, ആം ജനതാ കോ, മാനവമൂല്യരൂപി ടൂട്ടേ പഹിയേക്ക, സാധാരണ ജനങ്ങൾക്ക് മാനവ മൂല്യങ്ങളാകുന്ന പൊട്ടിയ രഥചക്രങ്ങളുടെ സഹാര ലേന പടുത്താ ഹേ, സഹായം ആവശ്യമായി വരുന്നു. യഹാം, ഇവിടെ, കവിനെ, കോയി ബിംബോം ഔർ പ്രതീകോം സേ, യഹാം കവി, ഇവിടെ കവി, കൈ ബിംബോം, ധാരാളം ബിംബങ്ങളാലും, പ്രതീകോം സേ, പ്രതീകങ്ങളാലും, കവിത കി രചന കി ഹേ, കവിത നിർമ്മിച്ചിരിക്കുന്നു. ആജ് കെ സമാജ് കെ, ഇന്നത്തെ സമൂഹത്തിലെ, ശോഷിത് ജൻ കെ, ശോഷൻ കെ വിരുദ്ധ, ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങളുടെ ചൂഷണത്തിനെതിരെ, ആവാസ് ഉഠാനെ കാ ആഹ്വാൻ ബി ഇസ്മേ ഹേ, ശബ്ദമുയർത്തുവാനുള്ള ആഹ്വാനം ഇതിലുണ്ട്. സംകട് മേ പടേ മനുഷ്യ കി ഐൻ മൗക്കെ പർ, ദുരിതത്തിലായ മനുഷ്യരുടെ, ഈ ഐൻ മൗക്കെ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. രക്ഷാ കർണേക്കോ, അവരുടെ
അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധിയിലാകുന്ന മനുഷ്യരെ ശരിയായ സമയമാണ് ഐൻ മൗക്ക. പ്രതിസന്ധിയിൽ അകപ്പെടുന്ന മനുഷ്യരുടെ ശരിയായ സമയത്ത് രക്ഷിക്കുവാൻ കർണേക്കോ സമർത്ത് മാനവ മൂല്യ ചക്രവ്യൂഹമേ ഫംസ്. സംഘടന പടെ ഒന്നുകൂടി വായിക്കണം അവിടെ. വിഷമത്തിൽ അകപ്പെട്ട മനുഷ്യരെ ഐൻ മൗക്കേപ്പർ ശരിയായ സമയത്ത് രക്ഷാകർണേക്കോ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി സമർത്ഥ് മാനവ മൂല്യ ചക്രവ്യൂഹമേ സമർത്ഥരായ ആളുകൾ മാനവ മൂല്യങ്ങളാകുന്ന ചക്രവ്യൂഹമേ ഫസേ അഭിമന്യു കെ ഹാത്ത് കെ ടൂട്ടെ പയ്യക്കെ സമാൻ ഹേ. അയ്യോ എന്താ, ഒരു മിനിറ്റ്. ഇന്നത്തെ സമൂഹത്തിലെ ചൂഷിത വർഗം ചൂഷണത്തിനെതിരായി ശബ്ദമുയർത്തണമെന്നുള്ള ആഹ്വാനം ഇതിലുണ്ട്, കവിതയിലുണ്ട്. ഇനി അടുത്തതാണ് നമ്മളെ പ്രതിസന്ധിയിലാക്കിയത്. എന്താണിത്? പ്രതിസന്ധിയിലാകുന്ന മനുഷ്യരെ ശരിയായ സമയത്ത് രക്ഷിക്കാൻ കഴിവുള്ള മാനുഷിക മൂല്യങ്ങൾ ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിൻ്റെ കയ്യിലെ തകർന്ന ചക്രത്തിന് തുല്യമാണ്. മാനുഷിക മൂല്യങ്ങളുടെ ശക്തി ലളിതമായ ഭാഷയിൽ കവി വ്യക്തമാക്കി തന്നിരിക്കുന്നു. സംഘടന പടെ മനുഷ്യക്ക് പ്രതിസന്ധിയിലകപ്പെട്ട മനുഷ്യരെ ഐൻ മൗക്കേപ്പർ ശരിയായ സമയത്ത് രക്ഷാകർണേക്കോ രക്ഷിക്കുവാൻ കഴിവുള്ള മാനുഷിക മൂല്യങ്ങൾ രക്ഷാകർണേക്കോ സമർത്ഥ രക്ഷിക്കുവാൻ കഴിവുള്ള മാനുഷിക മൂല്യങ്ങൾ ചക്രവ്യൂഹമേം ഫസേ അഭിമന്യുക്കെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിട്ടുള്ള അഭിമന്യുവിൻ്റെ ഹാത്ത് കെ കൈകളിലുള്ള ടൂട്ടെ പഹിയേക്ക് സമാൻ ഹേ പൊട്ടിയ രഥചക്രത്തിന് സമാനമാകുന്നു. മാനവ മൂല്യോം കി ശക്തി മാനവ മൂല്യങ്ങളുടെ ശക്തി സരൽ ഭാഷാമേം ലളിതമായ ഭാഷയിൽ കവിനെ വ്യക്ത് കി ഗയി ഹേ കവിയുടെ വ്യക്തമാക്കിയിരിക്കുന്നു.